കോട്ടയം നഗരമധ്യത്തിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പിന്തുണയിൽ കോടികൾ മറിയുന്ന വൻ ചീട്ടുകളി കേന്ദ്രം നിലനിൽക്കുന്നുണ്ട്. കോട്ടയം ബോർഡ്ചെട്ടിക്ക് സമീപമുള്ള ക്ലബ്ബിലാണ് രാത്രി മുഴുവൻ നീളുന്ന വൻകിട ചീട്ടുകളി പ്രധാനമായും നടക്കുന്നത്. ക്ലബിന്റെ ശൗചാലയത്തിനുള്ളിലാണ് കളിക്കളത്തിലെ പണം പ്രധാനമായി സൂക്ഷിക്കുന്നതും. ഇവിടെ പണം ഏൽപ്പിക്കുന്നവർക്ക് ടോക്കൺ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ പണം കൊടുത്തു വാങ്ങുന്ന ടോക്കണുകളാണ് കളിക്കളത്തിൽ പ്രധാനമായും നൽകുക. കളത്തിലിറങ്ങുന്ന തുകയ്ക്കനുസരിച്ചായിരിക്കും ടോക്കണുകൾ അനുവദിക്കുന്നതും. കണ്ണൂരിൽ കൊലക്കേസും കുഴൽപ്പണക്കേസും ഉൾപ്പെടെ ഒട്ടേറെ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ ജില്ലയിലെ കുപ്രസിദ്ധ ഗുണ്ടയുടെ സംരക്ഷണത്തിനാണ് നിലവിൽ ഈ ചീട്ടുകളി കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇറഞ്ഞാൽ സ്വദേശിക്കാണ് ഇതിന്റെ നടത്തിപ്പും. എങ്കിൽ പോലും പിന്നിൽ വൻകിടക്കാരാണ് പ്രവർത്തിക്കുന്നത്. മുന്തിയ ഇനം കാറുകളിൽ എത്തുന്ന വൻകിടക്കാരാണ് ഈ കളികളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത്. കാറുകൾ കാരാപ്പുഴ റോഡിലും കോട്ടയം നഗരത്തിന്റെ വിവിധയിടങ്ങളിലും മാറ്റി പാർക്ക് ചെയ്ത ശേഷം ഓട്ടോറിക്ഷയിലാണ് കളിക്കാർ കളത്തിലേക്ക് എത്തുന്നത്. ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുള്ളവർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വൈകിട്ട് 5 മണിയോടെ ആരംഭിക്കുന്ന ചീട്ടുകളി പുലർച്ചെ 3 മണിയോളം വരെ തുടരാം. നഗരത്തിൽ രാത്രികാല പെട്രോളിംഗും കൺട്രോൾ റൂം പോലീസും ജാഗരൂകരാണെങ്കിലും മാസങ്ങളായി നഗരമധ്യത്തിൽ നടക്കുന്ന ചീട്ടുകളി കേന്ദ്രത്തെപ്പറ്റി അറിയാത്ത ഭാവമാണ് നിലനിൽക്കുന്നത്. എന്തോ സംശയത്തിന്റെ പേരിൽ ആരോ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ക്ലബിൽ അറിയാതെ കയറിയ പോലീസ് ചീട്ടുകളി കേന്ദ്രം എന്നറിഞ്ഞതോടെ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയ തരത്തിലുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. കളി തോറ്റാലും പണം പോയാലും കളത്തിൽ ബഹളമുണ്ടാക്കാൻ കാവൽക്കാർ ആരെയും അനുവദിക്കില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഗുണ്ടയുടെ സംഘത്തെ ഭയന്ന് കള്ളക്കളിയിൽ പണം നഷ്ടപ്പെട്ടാലും പരാതിപ്പെടാതെ പിന്മാറുകയും ചെയ്യും.